ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിൽ നമ്മുടെ 3ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 2 പാഠങ്ങളും എല്ലാ പാഠങ്ങളുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റത്തെ പാഠം, 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായിട്ടുള്ള നെഞ്ച് എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് എല്ലാ പാഠത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു കവിതയാണ് അല്ലെ, ഒരു പാട്ടാണ്. അപ്പം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. തുടക്കം എന്താണെന്ന് നോക്കാം, എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം. പ്രകൃതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട്. ശരിയാണോ? തീർച്ചയാണ് അല്ലേ. കാരണം നമ്മുടെ ഒരു മനുഷ്യന് ജീവിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം തന്നെ നമ്മുടെ പ്രകൃതി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രകൃതി നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആർത്തി ശമിപ്പിക്കാൻ പ്രകൃതിക്ക് ആവോ? ഇല്ല, പ്രകൃതിക്ക് ആവില്ല. ലാഭത്തിന് വേണ്ടി ചിലർ പ്രകൃതിയിൽ ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാര് എന്താണ്, എന്താ പറയുക, ഗോത്രവർഗ്ഗക്കാര് അല്ലേ. അപ്പൊ അങ്ങനെ അത്തരമൊരു ഗോത്ര കവിതയാണ് നമുക്കിവിടെ തന്നിട്ടുള്ള നെഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇതൊരു മുതുവാൻ ഭാഷയാണ് കേട്ടോ, ഗോത്ര ഭാഷയാണ് മുതുവാൻ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മലയാള പരിഭാഷയാണ് ഇപ്പുറത്തെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഗോത്ര കവിതയാണ് ഇത്. അപ്പൊ ഇത് ഏത് ഭാഷയിലാണെന്ന് വെച്ചാൽ മുതുവാൻ ഭാഷ കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഇത് ഓരോ വരി വായിക്കുമ്പോൾ അതിന് തൊട്ട് മലയാള പരിഭാഷയും കൂടെ വായിച്ചു പോവുക കേട്ടോ. അപ്പൊ ഇത് എഴുതിയിരിക്കുന്ന ആരാ? മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ക്രിസ്റ്റി ഇലക്കണ്ണൻ അല്ലേ. അപ്പൊ നമുക്കിത് വായിക്കാം. തോട്ടില് നമുക്ക് ആദ്യം ഒരു തവണ ഗോത്ര കവിത മാത്രമായിട്ട് വായിക്കാം കേട്ടോ. തോട്ടില് നെഞ്ചു കലക്കിയാര് ആദ്യം കെല്ലാമുട്ടി ചത്തു പൊങ്ങിയത്, പിന്നാരൻ വെട്ടുവാൻ പള്ളുത്ത് വാള മൂശി, കോല മുതുക്കല് മുള്ളിയൊക്ക ചത്തു പൊങ്ങിയത്, ഒക്കെ കഴിഞ്ഞിപ്ന തോടും ചത്തു പൊങ്ങിയത്, മീനില്ലാണ്ട് തോട് മാത്രമേണ. ഇതാണ് നമുക്ക് മുതുവൻ ഭാഷയിൽ വായിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. മലയാളത്തിലെ പരിഭാഷ നമുക്ക് നോക്കാം കേട്ടോ. നഞ്ച് പറഞ്ഞ എന്താ? വിഷം അല്ലേ. ഇപ്പൊ തോട്ടില് എന്ന് വെച്ചാൽ തോട്ടിൽ നെഞ്ചു കലക്കി ആര് എന്ന് വെച്ചാൽ എന്താ? നഞ്ചു കലക്കി, അതായത് തോട്ടിൽ നഞ്ചു കലക്കി. നഞ്ച് വിഷം. ആദ്യം എന്നുള്ളത് ആദ്യം തന്നെയാണ്. കെല്ലാമുട്ടി ചത്തു പൊങ്ങിയത് എന്ന് വെച്ചാൽ കല്ലുമുട്ടി ചത്തു പൊങ്ങി. പിന്നാരൻ എന്ന് വെച്ചാൽ പിന്നെ ആരൽ, മീനുകളുടെ പേരാണ്. ആരൽ, വെട്ടുവാൻ വരാല്, പള്ളുത്ത് എന്ന് വെച്ചാൽ പള്ളത്ത്, വാള അത് വാള തന്നെയാണ്, മൂശി എന്നുള്ളത് മുഷി, കോല അത് കോല തന്നെയാണ്, മുതുക്കല് പറഞ്ഞ മുതുക്കില, മുള്ളിയൊക്ക മുള്ളി, ചത്തു പൊങ്ങിയത് ഇവയെല്ലാം ചത്തു പൊങ്ങി, ഒക്കെ കഴിഞ്ഞിപ്ന അവസാനം തോടും ചത്തു പൊങ്ങിയത്, തോടും ചത്തു പൊങ്ങി. കാരണം എന്താ തോട് ചത്തു പൊങ്ങി വെച്ചാൽ എന്താ? മീനില്ലാതെ തോട് മാത്രമേണ. തോട് മാത്രം എങ്ങനെ? തോട് ചത്തു പൊങ്ങി വെച്ചാൽ എന്താ? തോട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും ചത്തു പൊങ്ങിയില്ലേ. പിന്നെ തോട് മറിയാൻ പറ്റുമോ? ഇല്ല, തോടും അവിടത്തോടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യണത് അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, വിഷം കലക്കിയിട്ടുള്ള തോടിന്റെ ഒരു അവസ്ഥയാണ് അല്ലേ ഇവിടെ പറയണത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. തോട്ടിൽ വിഷം കലക്കിയപ്പോൾ എന്തെല്ലാമാണ് ചത്തുപൊങ്ങിയത്? കല്ലുമുട്ടി, ആരൽ, വരാൽ, പള്ളത്ത്, വാള, മുഷി, കോല, മുതുക്കില, മുള്ളി എന്നീ മത്സ്യങ്ങളും അവസാനം തോടും ചത്തുപൊങ്ങി. അടുത്ത ചോദ്യം, അവസാനം തോടും ചത്തുപൊങ്ങി. തോട് എങ്ങനെ ചത്തുപൊങ്ങും? ആ വരി എന്താ ഉദ്ദേശിക്കുന്നത്? തോടും ചത്തുപൊങ്ങി എന്നത് ഒരു പ്രതീകാത്മക പ്രയോഗമാണ്. തോടിലെ വെള്ളം പൂർണ്ണമായും മലിനമാകുകയും അതിലെ ജീവജാലങ്ങൾ ഇല്ലാതാകുകയും ചെയ്തതിലൂടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ തോടിന്റെ നിലനിൽപ്പ് ഇല്ലാതായി എന്നാണ് കവി അർത്ഥമാക്കുന്നത്. അടുത്തത്, തോട്ടിൽ നഞ്ചു കലർത്തുന്നവരോട് മാത്രമല്ല ഭൂമിയെ നശിപ്പിക്കുന്നവരോടെല്ലാം ചിലത് പറയാനില്ലേ? എന്തെല്ലാമാണവ? തോട്ടിൽ നഞ്ചു കലർത്തുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഭൂമിയെ നശിപ്പിക്കുന്നവരോട് പറയാനുള്ള ചില കാര്യങ്ങൾ ഇവയാണ്. പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ തകർക്കരുത്. ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കരുത്. ഭാവി തലമുറയ്ക്കായി പ്രകൃതിയെ സംരക്ഷിക്കുക. പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കുക. മനുഷ്യന്റെ അതിക്രമങ്ങൾ കാരണം വംശനാശം നേരിടുന്ന ജീവികളെ
സംരക്ഷിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതയും അതിനുശേഷമുള്ള ചിത്രവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? എന്ത് ബന്ധമാ? കവിതയിൽ തോട്ടിൽ വിഷം, അതായത് നഞ്ചു കലക്കിയതിന്റെ ഫലമായി മീനുകൾ ചത്തുപൊങ്ങുന്നതും പിന്നീട് തോട് തന്നെ ഇല്ലാതാകുന്നതും ചത്തുപോകുന്നതും വിവരിക്കുന്നു. ഇത് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന്റെ ഭവിഷ്യത്തുകൾ കാണിക്കുന്നു. ചിത്രത്തിൽ ബോംബ് സ്ഫോടനവും കെട്ടിടങ്ങൾ തകരുന്നതും കാണാം. ഇത് യുദ്ധം, മലിനീകരണം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാൽ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഉണ്ടാകുന്ന നാശത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കവിതയും ചിത്രവും തമ്മിലുള്ള ബന്ധം പ്രകൃതിയുടെ നാശത്തെക്കുറിച്ചും മലിനീകരണത്തെക്കുറിച്ചുമുള്ള അവബോധം നൽകുന്നു എന്നതാണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിന്റെ അവസാനത്തെ പാഠത്തിന്റെ ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ, മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.